ഞാൻ പോയാല് അപ്പുറത്ത് തങ്കമുണ്ട്, മുത്തുണ്ട്, എല്ലാരും ഇല്ലേ? അമ്മ ഒറ്റയ്ക്കല്ലല്ലോ. എടാ എനിക്ക് അവിടെ പോവാൻ വയ്യ, അവിടെ പോയിരുന്നൊന്നും കഴിക്കാൻ വയ്യ. ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ അവൻ ഇങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ പുറ വലുതൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അവിടെ ഇല്ലെന്ന് അറിഞ്ഞോണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോയത്. പിന്നെന്താ കുഴപ്പം? അല്ല കഴിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് കയറി വന്നില്ലല്ലോ. വന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം അവൻ ഇലക്ഷന്റെ കാര്യമായിട്ട് കിടക്കുന്നു. അതിന്റെ വോട്ടെണ്ണൽ കാര്യങ്ങൾ നടക്കുന്നു, അതിന്റെ പ്രശ്നങ്ങളായിട്ട് അവലംബനത്തിനോട്ടേക്ക് പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവൻ വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അമ്മയെ കൊണ്ടുപോയത്. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ. പോയില്ലേ? പോയില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജോലി രാജിവെക്കും. പോയെന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞു അമ്മൂമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു, ഇപ്പൊ കൂട്ടിക്കൊണ്ട് വരാൻ. അമ്മൂമ്മയെ കൂട്ടിക്കൊണ്ട് ചെല്ല, അവിടെ ഒറ്റയ്ക്കല്ലേ. അമ്മ അമ്മയുടെ മകൾ, അമ്മയുടെ സ്നേഹനിധിയായ മകൾ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഓർക്കാൻ പോലും പോയല്ലേ? നീ നിന്റെ വഴിക്ക് ഇറങ്ങി പോടാ. അല്ല അമ്മ ആലോചിച്ചു, അമ്മയുടെ സ്നേഹമേ. തങ്കം എന്താ മോളെ വിട്ടേക്കാ വിളിക്കാനായിട്ട്? അല്ല നിന്നെ നിന്റെ പെണ്ണുമ്പുള്ളയും പോലെ സ്നേഹം ഇല്ലാത്തവരല്ലടാ. എന്റെ മോള് സ്നേഹമുള്ളവളാ. വാ മക്കള്. മക്കളെ പോ മക്കളെ പറഞ്ഞത്. ചായ കുടിച്ചാ? ആ ശരി. പപ്പ അമ്മൂമ്മ കലിപ്പെന്ത്? ഞാൻ അവിടെ ചെന്നപ്പോ മാമ്മയുടെ അടുത്ത് വഴക്ക് പറയുന്നത് നിന്റെ ഭാര്യയ്ക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ല, എങ്കിലും എൻ്റെ മോൾക്ക് എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്. അതൊക്കെ ശരിയാണ്. എനിക്ക് എൻ്റെ അമ്മേനോട് സ്നേഹം ഇല്ലാതിരിക്കുക. അതിന് ലില്ലിക്ക് സ്നേഹമില്ല എന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അല്ലാതെ ആര് പറയണം? ലില്ലിക്കിപ്പോ സ്നേഹമില്ലാന്ന് ഇത്ര അവളെ തലേന്ന് താഴെ ഇറക്കൂലെന്നില്ല, ഇപ്പൊ പെട്ടെന്ന് സ്നേഹമില്ലാന്ന് തോന്നാൻ എന്ത് പറ്റി? അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവളെ വീട്ടിൽ പോകുമായിരുന്ന. ഓ അപ്പൊ അമ്മേനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോണായിരുന്നോ? പിന്നെ അമ്മയ്ക്ക് എന്താണൊന്നും മനസ്സിലാവാത്തത്? പട്ടി അമ്മൂമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് മാമി പോയില്ല, അതിന്റെയാണ്. ഓ അതാണോ? കൊച്ചിന് കാര്യം മനസ്സിലായി, ഈ കോളയ്ക്കാണ് മനസ്സിലാവാത്തത്. അല്ലമ്മേ, ആ പെണ്ണ് 24 മണിക്കൂർ ഇവിടെയാണ്. ഒരു ദിവസം അവളുടെ ബന്ധുക്കാരെ കാണാൻ പോയി നോർത്തിപ്പോ എന്താ കുഴപ്പം? ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ആരൊക്കെ ഉണ്ടായാലേ ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ? എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്ന് ഞാൻ എന്താ ചെയ്യണം? എന്താ അമ്മ അവള് പോയപ്പോ അമ്മയ്ക്ക് വല്ല അസുഖം ഉണ്ടായിരുന്നോ? അവള് പോകുമ്പോ അമ്മയ്ക്ക് അസുഖം ഉണ്ടെങ്കിൽ ശരി, അവള് കാണിച്ചത് തെറ്റ്, അവളെ നമുക്ക് കുറ്റം പറയാം. ഇത് അമ്മ നല്ല പയറുമണി പോലെ നടക്കുന്ന ആ പെണ്ണിനെ അറിയാമോ അമ്മയ്ക്ക് ഇനിയിപ്പോ നാളെ മറ്റന്നാളെ വല്ല അസുഖം വരുമെന്ന്? ഇപ്പൊ വന്നാലെന്തോ ചെയ്യും? എന്തായാലും അവള് ചെയ്തത് തെറ്റില്ല. നീ എത്ര അല്ല വന്നാൽ എന്ത് ചെയ്യുന്ന വെച്ചാല്, വന്നാൽ എന്താണ്, ഞാൻ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ കനകനെ വിളിച്ചു വരുത്തും, അല്ലെങ്കിൽ ക്ലീറ്റോനെ വിളിച്ചു വരുത്തും. അല്ലാതെ അമ്മേനെ ഇവിടെ അസുഖമായിട്ട് കിടന്നാൽ ആരും നോക്കാതെ ഒന്നും ഇരിക്കൂലല്ലോ. എന്ത് പറഞ്ഞാലും ശരി തന്നെ. അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ അമ്മേ, ഈ അമ്മേനെ കാണാൻ വേണ്ടിട്ട് അമ്മാവൻ കല്യാണം കഴിഞ്ഞതാണേ. അമ്മാവൻ 24 മണിക്കൂർ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ടല്ലോ. അവിടെ അമ്മാവിനോട് ഇച്ചിരി നേരം വഴക്കിട്ടാൽ പോലും അമ്മാവൻ ഇവിടെ വന്ന് നിൽക്കും. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോവുള്ളൂ. അപ്പൊ അത് കുഴപ്പമില്ലേ? അവളെ എന്നെ കൂടെ ഒരു ത്രാസിൽ വെക്കരുത്. കിരിയേക്കും അവളെ പ്രായം തോന്നുന്നു, എന്റെ പ്രായം തോന്നുന്നു. അപ്പൊ അങ്ങനെ അമ്മ മരുമോളെ കുറ്റം പറയുകയാണെങ്കിൽ അമ്മയുടെ മോനെയും കുറ്റം പറയണം. അവനല്ലേ വിട്ടത്. അവനെ കുറ്റം പറയാനൊന്നുമില്ല. അവനെ പോലൊരു മോനുണ്ടായത് എന്റെ ഭാഗ്യോ.